ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കുറേ നാളായിട്ട് വീഡിയോ ഇട്ടില്ലെന്നറിയാം. ഇത് നമ്മുടെ ബ്ലോഗ് സോഴ്സിൽ പിന്നെ ഒരു ന്യൂബ് അക്കൗണ്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഈ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 30 മിനിറ്റ്സ് ഉണ്ട് അത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഗോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ ഫൈറ്റിംഗ് സ്റ്റോൺസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, ഫ്രൂട്ട്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എനിക്ക് ഞാൻ ഒന്ന് EXP കോഡ്സ് നടിയട്ടെ. എവിടെ സെറ്റ് ചെയ്യും? പേസ്റ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 30 മിനിറ്റ്സ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കളിക്കും. നല്ല ലാഗുണ്ട് കേട്ടോ കളിക്കണോണ്ട് തന്നെ. ഓക്കെ 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 ഇവന്മാരോ രണ്ടെണ്ണത്തിനെ തന്നെ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ലെവൽ കിട്ടും. രണ്ടെണ്ണത്തിനെ കൊണ്ടാൽ തന്നെ ഒരു ലെവൽ കിട്ടണത്. പക്ഷേ ഇപ്പോൾ 9 ഡാമേജ് നമ്മളാണത്. അവർ ചെയ്യും. എടാ വിളിച്ചു പോയിക്കല്ലേ. ചത്ത്. എൻ്റെ കൗണ്ടർ അറ്റാക്ക് എവിടെയാ? ഇവിടെയാണോ? ഓക്കെ, ഇവിടെ എൻ്റെ പൊന്നെ. ഓക്കെ, രണ്ടാമത്തെ ലെവലായി. ക്വസ്റ്റ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ. ക്വസ്റ്റ് കഴിഞ്ഞോ? ഇല്ല, ഇതും കൂടി കഴിഞ്ഞാൽ ക്വസ്റ്റ് കഴിഞ്ഞ് 15 16. ഓക്കെ, കുറേ ലെവൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് മേലയിലോട്ട് ഇടാം. ബഗ്ഗിൻ്റെ സ്ഥലമാകുമ്പോൾ ഇട്ടാൽ പോരെ നമുക്ക്. അടുത്ത ക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ സമയമായില്ലേ? ഓക്കെ ഈ മലയാളത്തിൽ ഞാനായിരിക്കും തോന്നണം കേട്ടോ ഏറ്റവും ആദ്യം ഇടുന്നത്. അറിഞ്ഞൂട് സത്യമായിട്ട് അറിഞ്ഞൂടെ. ഇപ്പോൾ ന്യൂറ്റി പ്രോന്ന് ഇതൊക്കെ ആദ്യമായിട്ട് ഞാനായിരിക്കും. വേറൊരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു ന്യൂറ്റി പ്രോ. ഇത് ന്യൂറ്റി പ്രോ അല്ലല്ലോ, മറ്റേ ഒരു ന്യൂറ്റി പ്രോയിൽ തന്നെ. പക്ഷേ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാനായിരിക്കും ഇതിൽ ആദ്യമായിട്ട് ഇടുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ കേട്ടോ. ക്വസ്റ്റ് കംപ്ലീറ്റ് ആയോ? ഇതെല്ലാം നമ്മൾ മേലയിലോട്ട് മാത്രം ഇടാൻ പോണത്, വേറൊന്നിലോട്ട് ഇടത്തില്ല. ഓക്കെ, ബാൻഡിറ്റ്സ് എന്തിനായിരുന്നു ഇടുന്നത്? നെവർ മൈൻഡ്. മറ്റേ ഫൗണ്ടെയിൻ സിറ്റിയിലോട്ട് പോകണം നമുക്ക്. ഫൗണ്ടെയിൻ എവിടെയായിരുന്നു? പുറകെ ആയിരുന്നു. കറക്റ്റായിട്ട് അറിഞ്ഞൂടാ എനിക്ക് ഫൗണ്ടെയിൻ എവിടെയായിരുന്നു. പുറകെയാന്ന് തോന്നണല്ലേ, അറിഞ്ഞൂടാ. ഫൗണ്ടെയിനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സിമ്പിളായിട്ട് നമുക്ക് ലെവൽ കൂട്ടാൻ പറ്റും. ഈ എനർജി എനിക്ക് തീരെ ഇല്ല കേട്ടോ. എൻ്റെ മെയിൻ അക്കൗണ്ടിൽ എനിക്ക് 10,000 11,000 ഒക്കെ എനർജി. ഇതാണെങ്കിൽ തീരെ എനർജി ഇല്ല. ഷോപ്പ് ബോഡി ഡീലർ അല്ലേ? അപ്പോൾ നമ്മൾ 10 ലെവലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി ഇവിടുത്തെ ഗ്രൈൻഡിങ് തുടങ്ങാൻ നോക്കാം. ഒന്നും ഞാൻ മെയിൻലി ഫാർം ചെയ്യാൻ നോക്കില്ല. ഈ ലെവൽ മാത്രമേ കൂട്ടത്തൊക്കെ ഉള്ളൂ. ഓക്കെ, മങ്കീസ് കൺഫേം. ഈ 2 ഐലൻഡിൽ കുറേ നമുക്ക് ലെവൽ കിട്ടുന്നുണ്ടാവും. ഇത് കഴിഞ്ഞിട്ടുള്ള ഐലൻഡാണ് ഏറ്റവും പാടായിട്ട് തന്നെ. ഈ ആദ്യത്തെ 2 ഐലൻഡിലും നമുക്ക് ഇഷ്ടംപോലെ ലെവൽ കിട്ടുന്നുണ്ടാവും. ഞാൻ ഇപ്പോൾ എനിക്ക് 30 മിനിറ്റ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്ര ഇതാക്കണത്. ഇല്ലെങ്കിൽ ഞാൻ ആക്കില്ലായിരുന്നു. നിങ്ങൾ സാധാരണ ലെവലപ്പ് ആക്കാൻ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ഐലൻഡിലും XP കോഡ് ഉപയോഗിക്കാണ്ടിരിക്കണേ നല്ലത്. എന്നുവെച്ചാൽ പെട്ടെന്ന് തീർന്നു പോകും. ഞാൻ എന്തായാലും 30 മിനിറ്റിൽ തന്നെ 100 ലെവലാക്കാൻ നോക്കണോണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ നോക്കുന്നത്. ഇതോ കൊള്ളാലോ, ഒരു ലെവൽ കിട്ടും. ഇവനൊക്കെ ഇവനെന്തുവാ ഉണ്ടാവും പുറകെ. ഇല്ലല്ലേ, ഹാക്ക് ചെയ്ത് കിട്ടണോ? എന്തായാലും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ 100 ലെവലാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഈ പാർട്ടിയിൽ തന്നെ 100 ലെവലാക്കാൻ നോക്കാനാ. ഈ എനർജി എന്ത് കുറവാ. ഫ്ലാഷ് ഇന്നിങ്ങനെ 2 വട്ടം ചെയ്യുമ്പോൾ തന്നെ തീരും. ഇവിടെ ആൾക്കാരൊന്നും ഇല്ലേ. കിടക്കണോ എൻ്റെ മെറ്റിച്ചൊക്കെ സ്റ്റീലാക്കാം. ഇവിടെ സ്റ്റീലാക്കിയല്ല എൻ്റെ. ഞാൻ സ്റ്റീലാക്കട്ടെ എൻ്റെ.
ഓക്കെ ക്വസ്റ്റ് കംപ്ലീറ്റ്. ഓ പുതിയ ക്വസ്റ്റ് ഇപ്പം തന്നെ ആക്സെപ്റ്റ് ആയത് നമുക്ക്. അതുള്ള കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ ഫ്രൂട്ട് റോളേ ഉണ്ടാവും. ഞങ്ങൾ ബുദ്ധിയോ ലൈറ്റോ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിക്കാമല്ലോ. ലോജി എബിലിറ്റി കിട്ടും, പക്ഷേ അതിൻ്റെ എബിലിറ്റി ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഉമ്മാരെ കൊണ്ട് അയ്യോ മങ്കീസ് അല്ല റിട്ട ഗോറില്ലാസ്. യെസ് ഗോറില്ലാസ്. ഓക്കെ അങ്ങോട്ട് പോകും. കണ്ടില്ലേ സാധനം ചാടാൻ ഓ ഇതൊക്കെ വേണോ? ആ ഇതൊക്കെ എനിക്ക് ഉണ്ടെന്നത്. ഓ എഗ്ഗ് കിട്ടി. എന്താ ഇത്? ആ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് എഗ്ഗ്. എന്തായാലും നമുക്ക് ഇവനെ ക്വസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അതിനാക്കാം. എൻ്റെ പൊന്നെ എത്തോ ഫ്രണ്ട്ലി നെയ്ബർഹുഡൊക്കെ എഗ്ഗൊക്കെ കുറച്ച് റെയറാണെന്ന് തോന്നണം. ഫ്രണ്ട്ലി നെയ്ബർഹുഡ് എഗ്ഗ് കിട്ടാൻ എന്തായാലും കുഴപ്പമില്ല, കിട്ടിയില്ലേ. വേറൊരു എഗ്ഗ് ഉണ്ടോ? അതൊരു ചെറിയാണോ? കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. എഗ്ഗാന്ന് തോന്നണല്ലേ? എഗ്ഗാന്ന് തോന്നണം, അറിഞ്ഞൂടാ. ആ എഗ്ഗ പോയി. ഓക്കെ കിട്ടിയില്ലേ? ആ കിട്ടിയിട്ടുണ്ടോ? സോബോസ് സ്പോണ. ഇച്ചിടെ മറന്നു. ഇവനെ ഞാൻ കൊല്ലാൻ പാടില്ല. ഇവൻ ഡേഞ്ചർ ആവും. ഞാൻ അവനെ പോയി കൊല്ലാൻ നോക്കും. അവന് എൻ്റെ അടുത്തോട്ടാണോ വന്നത്? വിഷയം എവിടെ? നല്ലോണം ഡാമേജ് ചെയ്തെന്ന് തോന്നട്ടെ. ഇവനെ കൊണ്ടൊക്കെ കഷ്ടം തന്നെ. ഓക്കെ സാർ നമ്മളായിട്ട് 29 ലെവലൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു 60 മിനിറ്റ്സും കൂടെ ഉള്ളൂ. അന്ന് റോളി ഓടാം. ഒന്ന് റോൾ ചെയ്യാൻ പറ്റും എനിക്ക്. അയ്യോ കിട്ടിയിട്ടും ഗുണമൊന്നുമില്ല. ഞാൻ വയ്ക്കാനൊന്നും പോകില്ല. സ്റ്റോറേജ് ചെയ്താൽ റോക്കറ്റ് വന്നിട്ട് എന്താണ് മര്യാദ വേണ്ടി. നമുക്കിപ്പോൾ 29 ലെവലായിട്ട് നമുക്ക് എന്തായാലും എൻ്റെ പൊന്നെ ഇതെന്താണ് എനിക്ക് ലെവലും കൂടുതലാണ്. മനസ്സിലായി. ശാന്തി സമാധാനം വേണ്ടി കഷ്ടം തന്നെ. നമ്മളിവിടെ 14 ലെവലും പോയി. കൂടുതലായിട്ട് ഇങ്ങനെ കൊല്ലാൻ പോകുന്നില്ല കേട്ടോ. എന്ത് തന്നെയാണ് ഇതൊക്കെ മങ്കീസിനെ കൊല്ലവന്മാർ അടുത്തല്ലേ. ഈ 400 എനർജി തോന്നാം. പിന്നെ ഉണ്ടോ അധികമില്ല. എന്തെങ്കിലും കുറച്ചൊക്കെ സ്കിപ്പ് ആക്കണുണ്ടാവും കഴിഞ്ഞിട്ടേക്കാം. മറ്റേ അങ്ങനെയൊക്കെ കണ്ടു പോയിട്ട് എനിക്ക് ഭയങ്കര ലോങ് ആയിരിക്കും വീഡിയോ. എനിക്ക് 34 ഡാമേജ് ആണ്. എൻ്റെ ഫൈറ്റിംഗ് സ്റ്റാർ പിന്നെ 1000 ചോദിച്ചാൽ ഞാൻ മാക്സ് കിട്ടും. മാക്സ് ആക്കണമെന്നൊക്കെ ഉണ്ട്. നമുക്കറിയാം. വാ പുതിയ എനിക്ക് ഫസ്റ്റ് ഓക്കെ ഞാൻ നമുക്ക് ഫസ്റ്റ് കിട്ടില്ല. ഇവൻ ഷോപ്പ് ആദ്യം റീസ്റ്റോക്ക് ഓക്കെ കഴിഞ്ഞ് ഫസ്റ്റ് കഴിഞ്ഞ് നമുക്ക് നല്ല ടൈമിലോട്ട് പോകാം. 50 ലെവലെങ്കിലും ആക്കാൻ പറ്റണമല്ലോ, ഇല്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ലല്ലോ. എവിടെ 400 മീറ്റേഴ്സോ പിന്നെ കുറേ ഉണ്ട്. ഈ എനർജി ഇല്ലെങ്കിൽ ഡാഷാക്കി പോയായിരുന്നു. അപ്പോൾ 500 എനർജി ഉള്ളൂ. $7,000 കാശുണ്ടല്ലേ. 150 ഇട്ടാണെങ്കിൽ നമുക്ക് ഇത് വാങ്ങിക്കായിരുന്നു. അയ്യോ എന്തായാലും പറയാം. ഇങ്ങനത്തെ നോട്ട് ഇതൊക്കെ കാണിക്കണമെന്ന് ഇനിയും പറ. സ്ലോബോസ് പോകണല്ലേ. മോബ് ലീഡർ സോൾ. മോബ് ലീഡറിനെ കൊല്ലാനുള്ള ശക്തി എനിക്ക് ഇല്ല. അതാ പ്രശ്നം. മോബ് ലീഡർ 200 ലെവലാണ്. ഞാനിവിടെ 30. അയ്യോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ മൊബൈലിൽ വർക്കാത്തുള്ളൂ. ഈ ജമ്പ് ബട്ടൺ ഹോൾഡാക്കി വെക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഡാമേജ് ആകത്തില്ല. ജമ്പ് ബട്ടൺ ഇങ്ങനെ ഹോൾഡാക്കി കൊടുക്കും. അതാകുമ്പോൾ ഇങ്ങനെയല്ലേ ഇതാണ്ടോ ഞാൻ ജമ്പ് ബട്ടൺ ഇങ്ങനെ ഹോൾഡാക്കി പിടിച്ചിട്ട് പോവാം. കണ്ടില്ലേ ഒന്നും പറ്റാത്ത ടെക്നോളജി. എനർജി കൂടുകയും ചെയ്യും കേട്ടോ. എനർജി കുറയത്തൊന്നുമില്ല. 20 മാസ്റ്റർ ആകുമ്പോൾ ഗ്രൗണ്ട് സ്മാഷ് വിളിച്ചിട്ട് നോക്കും. അല്ല ഞാൻ കൊള്ളണം. പൈറേറ്റ്സ് കൺഫേം. സാധാ ലെവൽ മാതിരി നിങ്ങൾ കഴിഞ്ഞാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ 2 ബോൾസ് വിളിച്ചാൽ മതി. അത് നല്ലത്. പൊന്നെ ഇവന്മാർ എന്തോടോ ഇവർക്ക് എന്തോരോ ഹെൽത്ത് അറിയാൻ മേലത്തും വയ്ക്കാൻ വേണ്ടോ. സ്കില്ല കുഴപ്പമില്ല. എന്നൊരു ഡാമേജ് കൗണ്ട് ഓണാക്കി വെക്കണം. എൻ്റെ അല്ലേ ഓൾറെഡി ഇല്ലല്ലേ ഡാമേജ് കൗണ്ടല്ലേ. എനേബിൾ PvP ക്യാമറ ഷീറ്റ് ഡാമേജ് കൗണ്ടറോ. ഓക്കെ 56 ഡാമേജ് ആണോ നോക്കട്ടെ. ഇതെന്താണ് കുറച്ച് 480 ഡാമേജ് ആണ്. ഈ കൊള്ളക്കിന് പോലെ 500 ആണ് തോന്നുന്നത്. ഇതിനെ കൊണ്ട് 480 കൊള്ളാം നല്ലത്. നമ്മൾ ഹാക്കില്ലല്ലോ അതോടെ ഇന്ന് ലാഗ്. കുറേ ഉണ്ടല്ലോ. ഇത് മുതലാണ് പാടം നമ്മൾ ഗ്രൈൻഡിങ്. നേരത്തെ ഗ്രൈൻഡ് ഇതാവും തന്നെ പറ്റും. ഇതാ വന്നിട്ടുണ്ടോ എത്ര തോന്നിച്ചത്. ഇതിൻ്റെ കൂടെ എന്തോരോ അവസാനത്തെ വിളിക്കിൻ്റെ ഫസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യും. എത്ര നമുക്ക് വേണ്ടത്. ഓക്കെ അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യത്തിന് യൂസ് കിട്ടും നമുക്ക് ടെസ്റ്റ് ചെയ്യും. 2 ഓക്കെ എത്ര ലെവലെ 4-5 ലെവൽ കൂടി കുഴപ്പമില്ല. ഹോം പോയിന്റ് സെറ്റ് വെച്ചേക്കണം. അതിന്
2 times XP ഇവിടെ മുതൽ ഉപയോഗിക്കണം മറ്റേ മറ്റേ നമുക്ക് ഓൾറെഡി 50 അവിടെ നിന്ന് ഉപയോഗിക്കാൻ നല്ലത് ഇനി 10 minutes കൂടെ ഉള്ളൂ എന്തായാലും ഒരു 50 ആക്കി നമുക്ക് അടുത്ത പാർട്ടി നമുക്ക് നോക്കാം അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ഈ ചാനൽ റെക്കോർഡിംഗ് നോക്കി തരും അത് എടുക്കാൻ വേണ്ടി പറയാൻ വിളിച്ചത് ഞങ്ങൾ റെക്കമെൻഡ് ഓക്കെ ശരി നമ്മൾ 600 കിട്ടിയല്ലേ 600 ഇത് ഇപ്പോൾ തന്നെ എനിക്ക് കുഴപ്പമില്ല 1000 കേൾക്കാൻ സുഖം ബാക്കി ബോസിനെ കൊല്ലാൻ പാടില്ല ഹെൽത്ത് എന്നാൽ കൂട്ടുണ്ട് ഇനി കുറച്ച് ഹെൽത്തിലോട്ട് ഉണ്ട് നമ്മൾ ബാക്കി ബോസിനെ കൊല്ലാൻ പോകണമെങ്കിൽ വെച്ചാൽ ബാക്കി ബോസ് നമുക്ക് സാധനം എന്തോ അത് വളർന്നു വന്നു ഓക്കെ എനിക്ക് എത്ര മതി ശരി നോക്കാൻ 1 2 3 ലെവൽ കൂടി 3 ലെവൽ കൂടും ചിലപ്പോൾ 4 കൊള്ളാം പക്ഷേ ഞാൻ ഇതിൽ തന്നെ പോയി നമുക്ക് ഇങ്ങോട്ടേക്കല്ല കൊണ്ട് ഒരു ബ്രൂട്ടിനെ കിട്ടിയാലും പൈറസിനെ കൊല്ലാൻ ആയിക്കോട്ടെ പിന്നെ ലാഭം ഇമാർ ഭയങ്കര അടുത്ത ബ്രൂട്ട് അങ്ങനെയല്ല കുറേ നേരം പാടാണ് അവിടെ വരെ മോണം തിരിച്ചിങ്ങോട്ട് തന്നെ കുറേ ദൂരത്താണ് എന്തു പൊന്ന് ശരി ഞാൻ ചപ്പു നോക്കണ്ട കൂടെ മറന്നു പാടെ ഇറക്കും ഇത് വേറെ പിടിക്കും പോണം ഓക്കെ നമ്മുടെ സ്മാർട്ട് പൂർണ്ണത്തിനായിട്ട് കൊല്ലാനായിട്ട് ഇതിനകത്ത് സ്റ്റാറ്റസിൽ ഇല്ലാണ്ട് ഞാൻ മറ്റേലോട്ട് ചാർജ് ഇടാൻ നോക്കാം ഇതിലോട്ട് ഇടാൻ തുടങ്ങണം ഞാൻ ആവശ്യമുണ്ട് തോന്നുന്നു ഇനി 7 minutes കൂടി ഉള്ളൂ 50 കളിലും ആൾക്കാർക്ക് മോശം ഒരു ഫൂട്ടിന് കൊള്ളണ്ടേ അങ്ങനെ കളില്ലേ ഭ്രാന്താ കട്ടായി എനിക്കാണ് ഓക്കെ താങ്ക് യു ഓക്കെ ഭാഗ്യം പറ്റിയില്ല PvP ആണോ അതിനായിട്ട് ചെയ്യാതെ ഒരു സുഖം എന്നെ ചെയ്യാം ബ്രൂട്ട് ക്വസ്റ്റ്യനാ ബ്രൂട്ട് ക്വസ്റ്റ് എന്തായാലും അക്സെപ്റ്റ് ചെയ്തേക്കണം കൂടുതൽ നന്നായിട്ട് എക്സ് തരല്ലേ മതി എൻ്റെ പള്ളി എന്തോട്ട് ഫോട്ടോ ഏടാ എന്തോടാ സ്റ്റാറ്റ്സ് എൻ്റെ പക്ഷെ എനിക്കും വയ്യ പോ ഇത്രയും ചെറിയ ലെവൽ മറക്കല്ല ഓക്കെ വന്നു 45th ലെവൽ പക്ഷേ എനിക്ക് ക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ എനിക്ക് ബ്ലീഡ് ഫ്രൂട്ടോ നല്ലത് തന്നെ റൈറ്റിങ്ങിനൊക്കെ പക്ഷേ ഞാൻ ചത്തില്ല ഭാഗ്യത്തിന് നമ്മൾ പാടാൻ പോകും അതിന് പക്ഷേ വീട്ടിനെ ഇവിടെ പാടിക്കാൻ ഓക്കെ ഇവൻ്റെ ക്വസ്റ്റ് എടുത്തിട്ട് ഞാൻ പോകാം മറ്റേ ഇതിനെ പോകാം അതെന്തോ ബെറിയാണോ ഫ്രൂട്ടാണല്ലേ കഴിക്കണം ഇത് സ്റ്റോർ ചെയ്തേക്കാം ഫ്രൂട്ടൊന്നും കഴിക്കണം നമുക്ക് നല്ല ഫ്രൂട്ട് ഇട്ട് കഴിക്കാം ഓക്കെ താങ്ക് യു ശരി പൊന്നെ 2 times XP ഇതാവട്ടോ PvP ഡിസേബിൾ PvP ഡിസേബിൾ കണ്ടില്ല കാരണം 20k കാശ് നമുക്ക് കുഴപ്പമില്ല ഞാൻ PvP എന്തോ ആണെന്നോ നീ ക്വസ്റ്റ് ഡിസേബിൾ മറ്റേ ക്വസ്റ്റ്യത്തിന് പോകാൻ എനിക്ക് തോന്നുന്നു ഇത് അത്രയും ഭ്രാന്ത് അവന്മാർ ഞാൻ വെറുതെ ഒരു മിനിറ്റ് ഉണ്ടേക്കോ അവന്മാർ സിനിമ രണ്ടോ എന്നാലും 2 കളിക്കാൻ കിട്ടുമല്ലോ അത് എനേബിളിങ് PvPയോ എന്തിന് ശരി ഫ്രീ ഫുഡ് ശരി ഓ മറന്നുപോടാ എനിക്ക് ആക്കിയില്ല ശരി ഭയങ്കര ഓക്കെ കുഴപ്പമില്ല ഇതിലോട്ടിടൂ എന്തോ തേങ്ങയുള്ളത് അവൻ സോഡും വെച്ചാൽ ഫൈറ്റ് ആണെന്ന് തോന്നുന്നു സോഡല്ല ഫ്ലെയിം ഫ്രൂട്ട് ഉണ്ടേ കൊള്ളാം നമ്മുടെ 50th ലെവലായ 2 times XP ഉണ്ടായിട്ടുണ്ട് എല്ലാം തിരിച്ച് ജംഗിളിലോട്ട് പോവാം അപ്പം നമ്മുടെ ഫസ്റ്റ് ഫ്രൂട്ട് എന്താണ് കിട്ടാൻ പോണം നോക്കാം അണ്ടർസ്റ്റുഡ് 32 എന്താ കിട്ടിയത് കണ്ടില്ല അൺബോക്സ്ഡ് എൻ്റെ പൊന്നെ കുഴപ്പമില്ല അടുത്തെന്ത് ഫ്രൂട്ടാണ് കിട്ടാൻ പോണത് മാഷാല്ലാ റോക്കറ്റ് എന്നാലും നമുക്ക് മറ്റേ ഇതെടുത്ത് അയക്കാം റോക്കറ്റ് ഡ്രോപ്പ് ഡയമണ്ടിൻ്റെ എമൗണ്ട് കഴിക്കട്ടെ ടു ഈറ്റ് യെസ് നമ്മൾ ഡയമണ്ട് ഈറ്റ് ചെയ്യുന്നു എൻ്റെ ബ്ലോക്ക് സോഡ്സിൽ തീരെ സ്റ്റാറ്റ്സ് ഇല്ല അതുകൊണ്ട് നമുക്കൊന്നൊരു കോഡ് 100 നമ്മുടെ ബ്ലോക്ക് സോഡ്സിലോട്ട് ഇടാം 40 നമുക്ക് ഈ മേലയിലോട്ട് ഇടാം ബാക്കിയുള്ള 7 points നമുക്ക് വീട്ടിലോട്ട് ഇടാം അപ്പോൾ കഴിച്ചാൽ നമ്മളെന്തായാലും കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ സെക്കൻഡ് പാർട്ടായിട്ട് തന്നെ ആയിരിക്കും സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഫ്രൂട്ട്സ് മാത്രമായിട്ടായിരിക്കും ഗ്രൈൻഡ് ചെയ്യണത് അതായത് നമ്മൾ വേറെ ഫ്രൂട്ടൊക്കെ റോൾ ചെയ്ത് കഴിക്കുന്നുണ്ടാവും എന്നാലും നമ്മൾ അടുത്ത വീഡിയോ തന്നെ ആയിരിക്കും അതുവരെ